പാത്തുമ്മയുടെ ആട്. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായൊരു നോവലാണത്. ആ പുസ്തകത്തിലെ രസകരമായ ചില മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എൻ്റെ എളിയ ഈ ശ്രമത്തിന് എല്ലാ പ്രോത്സാഹനങ്ങളും തരണമെന്ന് അപേക്ഷിക്കുന്നു. 1954 ഏപ്രിൽ 27 എഴുതി തീർത്തതാണ് പാത്തുമ്മയുടെ ആട് എന്ന ഈ കഥ. അദ്ദേഹത്തിന് അല്പം മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്ന സമയത്ത് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. പരമസത്യം പറയുകയാണെങ്കിൽ ലോകത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം പതിവിൻപടി. എന്റെ തലയ്ക്കകത്താണ് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. മുഖവുരയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അനേകകാലത്തെ അലഞ്ഞു തിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിന് ശേഷം മൂക്കത്ത് ശുണ്ഠിയുമായി ഞാൻ വൈക്കം പട്ടണത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള എന്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു. സ്റ്റൈലൻ സ്വീകരണം. എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഞാനിരുന്നു പുകഞ്ഞു. എന്റെ വീട്, ഞാൻ ആരെ പഴിക്കണം? 10-15 കൊല്ലമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല. അദ്ദേഹം കഥ തുടങ്ങുമ്പോൾ ആദ്യമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഓലമേഞ്ഞ ചെറിയ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ. എൻ്റെ ഉമ്മ, എൻ്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൽ ഖാദറിൻ്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷോമ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല മുഹമ്മദ് റഷീദ്, ഹനീഫായുടെ ഇളയതായ ആനുമ്മ, അവളുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സെയ്ദ് മുഹമ്മദ്, പിന്നെ എൻ്റെ എല്ലാറ്റിലും ഇളയ അനുജൻ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് മനുഷ്യർ. ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ. എവിടെന്നോ വന്നു കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന 1,000 എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ. ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ. ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. ഈ പറയപ്പെട്ട ബഹളത്തിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട്. പെണ്ണ് തന്നെ, തവിട്ട് നിറം, നല്ല ചുറുചുറുപ്പുണ്ട്. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! ചാരുകസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എൻ്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. ആരതാണുമ്മ ഈ ആട്? ഉമ്മ പറഞ്ഞു, ഞമ്മടെ പാത്തുമ്മാടെ ആടാ. ഈ ആടുകാരി പാത്തുമ്മ എൻ്റെ സഹോദരിയാണ്. അബ്ദുൽ ഖാദറിൻ്റെ നേരെ ഇളയത്. താമസിക്കുന്നത് 1.5 ഫർലോങ് അകലെ ചന്തയുടെ പിന്നിലാണ്. പാത്തുമ്മ വന്ന് കയറിയപ്പോൾ ഞാൻ ശകലം ശ്രദ്ധിച്ചു. പാത്തുമ്മയുടെ ആടുണ്ട്, ഉമ്മായുണ്ട്, അനിയത്തിയുണ്ട്, 2 നാത്തുന്മാരുണ്ട്. എന്താണുണ്ടാവുക? പാത്തുമ്മ അകത്ത് കിടന്ന് അനിയത്തിയോടും ഉമ്മയോടും നാത്തൂന്മാരോടുമായി അല്പം അധികാരത്തോടെ ചോദിച്ചു, വല്ലോരും എൻ്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ? ഉമ്മ ഇത് കണ്ടോ എന്നുള്ള പരുക്കൻ ഒച്ചയോടെ ആ സദസ്സിലേക്ക് എൻ്റെ ഏറ്റവും ഇളയ അനുജൻ അബൂബക്കർ, അലക്കിത്തേച്ച വസ്ത്രങ്ങളും ചീകിമിനിക്ക മുടിയും കരയുന്ന ചെരുപ്പുകളുമായി വന്നു. അവൻ വെറും അബു ആയി നടക്കുകയാണ്. പാത്തുമ്മ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. എന്നിട്ട് തിക്കും പൊക്കും നോക്കി. ആരുമില്ല. പാത്തുമ്മ രഹസ്യമായി പറഞ്ഞു, വല്യ ഇക്കാക്ക, ആരും അറിയണ്ട. ആനുമ്മ അറിഞ്ഞാൽ വഴക്കിടും. ഖദീജയ്ക്ക് 2 കമ്മൽ പണിയിച്ചു കൊടുത്താൽ മതി. ഹനീഫായും അറിയണ്ട, കൊച്ചിക്കായും അറിയണ്ട, അബുവും അറിയണ്ട, ഉമ്മായും അറിയണ്ട. ഉള്ളാടത്തിപ്പാറു, ഞാൻ കൊണ്ടുപോകുകയില്ല. ലൈലായുടെ ഒച്ചയാണ്. അവൾ ആരെയാണ് ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുന്നത്? അധികം നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. അപമാനം സഹിക്കവയ്യാതെ കലങ്ങിയ കണ്ണുകളോടെ തനി ആൺകുട്ടിയായ സെയ്ദ് മുഹമ്മദ് എൻ്റെ മുമ്പിൽ വന്നു നിന്നു. വല്യമാമ, ലൈലാമ്മ എന്നെ ഉള്ളാടത്തിപ്പാറു എന്ന് വിളിച്ചു. ഒരാണിനെ ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുകയോ? അതും ഒരു പീക്കറിപ്പെണ്ണ്. വടിയെടുത്തു കൊണ്ടുവാടാ. ഞങ്ങൾ ചെല്ലുമ്പോൾ വീട്ടിൽ അബ്ദുൽ ഖാദറും ഹനീഫായും തമ്മിൽ ശണ്ട കൂടുകയാണ്. ശണ്ടയ്ക്ക് കാരണം വിശേഷിച്ചൊന്നുമില്ല. ഇന്നലെ ഹനീഫ വീട്ടിൽ റേഷൻ വാങ്ങാൻ ഒന്നും കൊടുത്തില്ലെന്ന് അബ്ദുൽ ഖാദർ അറിഞ്ഞു. അത് ഹനീഫയ്ക്ക് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് അവനും കുടുംബവും വീട്ടിൽ നിന്ന് പോകാൻ പോവുകയാണ്. നീ ഇപ്പോൾ ഈ വീട്ടിൽ എന്തു കൊടുക്കുന്നുണ്ട്? ബഷീർ ഹനീഫയോട് ചോദിച്ചു. 2-3 കൊല്ലത്തിന് മുമ്പ് ഹനീഫ വീട്ടിൽ കൊടുത്തിരുന്നത് ദിവസത്തിൽ 2 അണയായിരുന്നു. അബ്ദുൽ ഖാദർ അവനെ ചീത്ത പറയും. അവന് യാതൊരു നാണവുമില്ല. മുറുകി പറഞ്ഞാൽ ഉടനെ അവൻ പറയും, ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കോളാം, സർക്കാരിന് എന്നെ ആവശ്യമുണ്ട്. ഈ ഹനീഫ മുമ്പ് പട്ടാളത്തിലായിരുന്നു. ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി വന്ന് എൻ്റെ കൂടെ ഒരു മിശ്രഭോജനത്തിന് ഒരുമ്പെട്ടു. ഞാൻ ഒച്ചയെടുത്തു, പാത്തുമ്മ ഓടിവാ. ഞാൻ പറഞ്ഞു, അതിനെ കയറിട്ട് കെട്ടി നിർത്തണം. പാത്തുമ്മ പറഞ്ഞു, കയറിടണത് അതിന് ഇഷ്ടമില്ല വല്യ ഇക്കാക്ക. കുട്ടികളുടെ ബഹളം കേട്ടിട്ടാണ് ബഷീർ ചെന്നത്. എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി.
വലിയ വിശേഷമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞു. ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട്. അബി ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്തുക്കുട്ടി വാലിൽ പിടിച്ച് വലിക്കുകയാണ്. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. അപ്പം ട്രൗസറിൽ തിരികിയിട്ട് ആടിനോട് തിന്നോളാൻ പറഞ്ഞത് അവൻ തന്നെയാണ്. അബ്ദുൽ ഖാദർ സ്കൂളിലും വെളിയിലും പോക്കിരിയായിരുന്നു. വീട്ടിൽ ചെല്ലപ്പിള്ള. അബ്ദുൽ ഖാദർ ഇടതുകാലിൽ നിന്ന് വലത്തെ ചട്ടൻകാൽ ചുറ്റും വീശി കറക്കിയായിരുന്നു പിള്ളേരെ അടിച്ചിരുന്നത്. ഞാൻ ഇടി വളരെ കൊണ്ടു. ഞാൻ സ്ലേറ്റും പുസ്തകങ്ങളും വളരെ ചുമന്നു. പ്രതിഷേധത്തിൻ്റെ കാറ്റ് ഉള്ളിലുണ്ട്. പക്ഷെ എന്തു ചെയ്യും? അവൻ സ്ലേറ്റും പുസ്തകങ്ങളും റോഡിൽ വെച്ചിട്ട് കൈയും ചുരുട്ടി എൻ്റെ അടുത്ത് നിന്ന് പതുക്കെ ചോദിക്കും, എൻ്റെ സെറട്ടും പുസ്തകവും എടുക്കണുണ്ടോ ഇല്ലേ? ഇല്ല. അപ്പോൾ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വലിച്ചു വീശി ഒരിടി എൻ്റെ നെഞ്ചിൻ്റെ തുടുപ്പിനാണ്. പലഹാരം തിന്നിട്ട് പഴത്തൊലിയും മറ്റും പാത്തുമ്മയുടെ ആടിന് കൊടുത്ത് കൈ കഴുകി ചായയുമായി വരാന്തയിൽ കസേരയിൽ വന്നിരിക്കും. അപ്പോൾ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ടാകും. പതിവ് പോലെ പെൺപിള്ളേർ വികാരത്തോടെ തിളങ്ങുന്ന കണ്ണുകളാൽ എന്നെ നോക്കുന്നുണ്ടായിരിക്കും. പെൺകുട്ടികളുടെ ആ സുന്ദരൻ നോട്ടത്തിൽ ഒളിഞ്ഞു കിടന്ന ദിവ്യരഹസ്യം പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ നേരെ ചാമ്പമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ഉമ്മായോട് എന്തോ പറഞ്ഞിട്ട് എന്തോ കൊടുത്തു. ഒരു ഞെട്ടലോടെ എനിക്ക് രഹസ്യങ്ങളെല്ലാം വ്യക്തമായി. പെൺപിള്ളേർ നോക്കിയിരുന്നത് എന്നെ ആയിരുന്നില്ല, ചാമ്പങ്ങയായിരുന്നു. കുതിച്ചികൾ. ബഷീറിൻ്റെ കുട്ടിക്കാലം. ഇക്ക എന്താ തിന്നണത്? ഞാൻ പതുക്കെ പറഞ്ഞു, ഒരു മരുന്ന്. ഞാൻ ഇക്കാടെ പുറകെ ഉണ്ടാർന്ന്. എല്ലാം ഞാൻ കണ്ട്. എനിക്കുന്താ അല്ലേ? ഞാൻ പറയവേ ബാപ്പയുടെ മുറിയിൽ വെച്ചിരുന്ന നെയ്ഭരണിയിൽ നിന്ന് ബഷീർ നെയ്യ് കട്ട് തിന്നുകയായിരുന്നു. അപ്പോൾ അബ്ദുൽ ഖാദർ അത് കണ്ടുപിടിച്ച രംഗമാണിത്. ഇതിങ്ങനെയൊന്നും ചെയ്യണതല്ല ഇക്കാക്ക, പാത്തുമ്മ പറയുകയാണ്. കൂട്ടുകെട്ടിലുള്ള ദോഷമാവാം. പാത്തുമ്മയുടെ ആട് ഒരു കലത്തിൽ എങ്ങനെയോ തലയിട്ട് പിന്നെ അത് എടുക്കുവാൻ വയ്യാതായ കലവുമായി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാവരും കൂടെ അതിനെ പിടിച്ചിരിക്കുന്നു. കലം എങ്ങനെ എടുക്കും? ബഷീർ ഒരു വടിയെടുത്ത് കലം അങ്ങ് ഉടച്ചു. ഇത് ഞങ്ങൾക്കറിയായിരുന്നു അമ്പടാ, ഉമ്മ പറഞ്ഞു. അതെല്ലാം കളയൂ, അബ്ദുൽ ഖാദർ പറഞ്ഞു. എല്ലാം ഇവിടെ കുശാലാകും. പാത്തുമ്മയുടെ ആടൊന്ന് പെറ്റോട്ടെ. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. പാത്തുമ്മയുടെ ആട് ഗർഭിണിയാണ്. അതിന് പ്രത്യേക പരിചരണവും പരിഗണനയുമാണ് ബഷീർ കൊടുക്കുന്നത്. അതുപോലെ മറ്റു കുടുംബാംഗങ്ങളും ആടിനെ പരിപാലിക്കണം എന്ന് ഒരു അവകാശം പോലെ പാത്തുമ്മയും ആവശ്യപ്പെടുകയാണ്. എന്നാൽ അതിലൊരു പ്രത്യുപകാരവും അവർ പ്രതീക്ഷിക്കാതിരിക്കുന്നില്ല. പാത്തുമ്മ താത്ത, ആട് പെറുമ്പം ഞങ്ങളെ മറക്കല്ലേ. സുബൈദാക്ക് കുറച്ച് പാല് കൊടുക്കണം. ഹനീഫാടെ കെട്ടിയോൾ ഐഷോമ്മ ഗൗരവത്തിൽ ചോദിച്ചു. എൻ്റെ റഷീദിന് പാല് കുടിച്ചാൽ ഇറങ്ങുകയില്ലേ? സുലൈമാൻ്റെ കെട്ടിയോൾ ആനുമ്മ ലേശം പരിഹാസത്തോടെ പറഞ്ഞു. സെയ്ദ് മുഹമ്മദിനും പാല് കുടിച്ചാൽ വലിയ കുറച്ചിലൊന്നും വരാനില്ല. പാത്തുമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്. മതി നിന്റെ തൊലി പൊളിച്ചുള്ള പഴക്കം. ഡും. പാത്തുമ്മയുടെ ആട് പെറ്റു. ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു ശുഭമുഹൂർത്തം. ബഷീർ ചെന്ന് നോക്കി. ഒരു ജനക്കൂട്ടത്തെയാണ് കണ്ടത്. പോസ്റ്റ്മാൻ കുട്ടമ്പിള്ള പടി കടന്നു വന്ന് പറഞ്ഞു, സാറിന് ഒരു മണി ഓർഡറുണ്ട് 100 രൂപയുടെ. ഈ മണി ഓർഡർ കാര്യം വല്ലവരോടും പറഞ്ഞോ കുട്ടമ്പിള്ള? സാറേ, ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അബ്ദുൽ ഖാദറിനെയും ഹനീഫായെയും കൊണ്ട് എനിക്ക് പല ആവശ്യമുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് സാറേ, സാറിന് മണി ഓർഡർ വരുമ്പോൾ അവരെ നേരത്തെ അറിയിക്കണമെന്ന്. 50ഉം 25ഉം 10ഉം 3-5ഉം എത്രയായി? 100. അതാണ് അതിൻ്റെ കണക്ക്. കുട്ടമ്പിള്ള പറഞ്ഞു. അതെല്ലാം അങ്ങനെയാണ് സാറേ. അതെല്ലാം അങ്ങനെയാണ്. എന്തൊരു ഭയങ്കര ഗൂഢാലോചന, എന്തൊരു കൊള്ള. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചിരിയും ബഹളവും. ആകെ വലിയ ഖുഷി. അബി, പാത്തുക്കുട്ടി, സെയ്ദ് മുഹമ്മദ്, ലൈല, ആരിഫ് മുതൽ പേർ പാൽ ചായ കുടിക്കുന്നു. അതിനെന്തിനീ ബഹളവും ചിരിയും? എന്താ ഉമ്മ ഈ ചിരിയും ബഹളവും? ഒന്നുമില്ലടാ, ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വലിയ ഇക്കാക്ക പറയരുത്, ഞങ്ങൾ കുട്ടിയെ പിടിച്ചു കെട്ടി. എന്നിട്ട് വലിയ ഇക്കാക്ക പറയുമോ? സംഗതി എന്ത്? അബ്ദുൽ ഖാദറിൻ്റെ കെട്ടിയോൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞങ്ങൾ പാത്തുമ്മ താത്താടെ ആടിനെ കറന്ന് ഉഴക്ക് പാല് കെട്ടി. പാത്തുമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാത്തുമ്മ നീ സൂക്ഷിക്ക്, നിന്റെ ആടിനെ ഇവരെല്ലാം കൂടി കറന്ന് പാലെടുത്ത് ചായ കുടിച്ചു. കുട്ടിയെ നേരത്തെ പിടിച്ചു കെട്ടിയിരുന്നു. പാത്തുമ്മയ്ക്ക് അങ്ങ് ഹാലിളകി. അവർക്ക് കണ്ണി ചോരേണ്ട, അവരുടെ കൊച്ചുങ്ങളെ പിടിച്ച് കെട്ടിയിടുവോ? ഞാനൊന്ന് ചോദിക്കട്ടെ. പാത്തുമ്മ ആട്ടിൻകുട്ടിയെ എടുത്തോണ്ട് പോയി. എനിക്ക് സന്തോഷമായി. കുട്ടിയില്ലാതെ ഇനി ഇവർ ആടിനെ കറന്ന് പാല് കുടിക്കണത് ഒന്ന് കാണാമല്ലോ. ഹമ്പ. ഉമ്മ പോയപ്പോൾ ഞാൻ അബുവിനെ രഹസ്യമായി വിളിച്ചു. നിനക്ക് ഈ പുസ്തകങ്ങൾ ചന്തയിലെങ്ങാനും കൊണ്ടുപോയി വിൽക്കാമോ? ഭാഗ്യം, പുസ്തകങ്ങളെല്ലാം വിറ്റിരിക്കുന്നു. ഒരു പുസ്തകത്തിൻ്റെ വില മുഴുവനും അബുവിന് കൊടുത്തു. ബാക്കി കാശെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടിയടാ എന്ന് ചോദിച്ച് ഉമ്മ വന്നു. അവരാ കാശ് കണ്ടതിൽ എനിക്ക് കലശലായ ദേഷ്യം തോന്നി. എൻ്റെ അടുത്തിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് സർവ്വശക്തിയും ഉപയോഗിച്ച് കൊടുത്തു. ഒരേറ് ചുമരിന് ഒരു 10,000 കഷണങ്ങളായി ഗ്ലാസ് നുറുങ്ങി. ക്ണീം എന്ന് വീണു.
വീട് നിശബ്ദമായി. എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഉമ്മ ഒന്നും മിണ്ടാതെ അതെല്ലാം തൂത്തുപെറുക്കി ഒരു കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കളഞ്ഞു. ഹനീഫ എൻ്റെ മുൻപിൽ. അവനൊരൊഴുക്കൻ മട്ടിലാണ്. മുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. അവൻ പറഞ്ഞു, ഒരു 10 രൂപ വേണം വല്യക്കാക്ക. കൊച്ചിക്കാട് ചോദിച്ചാൽ എന്നെ ആട്ടും. അബു കൂടി ചേർന്ന് എന്നെ കളിയാക്കും. നോക്ക്, എൻ്റെ കാശുണ്ടെങ്കിൽ ഞാനൊരു ഷർട്ട് ഇടുകില്ലേ? നീ എൻ്റെ ഒരു ഡബിളും ഒരു ഷർട്ടും കുറേ ദിവസത്തിന് മുമ്പായി എടുത്തതായി ഓർക്കുന്നുണ്ടല്ലോ. എന്നോടാ ഡബിളും ഷർട്ടും അബു കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിച്ചു കളഞ്ഞു. വല്യക്കാക്ക എൻ്റെ കോലം കണ്ടോ? നൂലുപോലുള്ള അബി തടിയനായ നിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചെന്നോ? സംശയമുണ്ടേ അബിയോട് ചോദീര് വല്യക്കാക്ക. എടാ അബി വന്നു. അവനാണ് ഹനീഫായുടെ എല്ലാറ്റിനുമുള്ള ഏകസാക്ഷി. അവൻ വന്ന ഉടനെ പറഞ്ഞു, ബാപ്പാ പറയണത് എമ്പി കണ്ട്. ഇത്രയും ആയപ്പോൾ കുറേ തുറന്ന വാതിലിൻ്റെ ഇടയിൽ റഷീദിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഐഷോമ വന്നു. ഐഷോമ പറഞ്ഞു, ബാപ്പായും മകനും പറയണത് പച്ച നുണയാണ്. മകനെ പഠിപ്പിക്കണത് ഞാൻ കേട്ടതാ. വല്ലിക്കാടെ ഡബിളും ഷർട്ടും അബിയുടെ വാപ്പാടെ പെട്ടിയിലുണ്ട്. എടാ കള്ള, പെരുങ്കള്ള, നീ എന്നെയും അബ്ദുൽ ഖാദറിനെയും കൊണ്ട് മടല് വാരിച്ച കഥ നീ ഓർക്കുന്നുണ്ടോ? ആനുമ്മ, പാത്തുമ്മ ഓടിവാ, നിങ്ങളുടെ ആട് ഏത്തപ്പഴം തിന്നുന്നു. ആനുമ്മായും പാത്തുമ്മായും ഓടി വന്നു. ആനുമ്മായ്ക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, ഇത് ഇത്താത്താടെ ആടാണ്. പോട്ടെ ഇക്കാക്ക. പാത്തുമ്മ ദീനതയോടെ എന്നെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു, ഞാൻ 2 എണ്ണം മേടിച്ചു തരാം, അതിൻ്റെ വിശപ്പ് കൊണ്ടാ. ആനുമ്മ പറഞ്ഞു, എന്ത് തിന്നാലും വിശപ്പ് കെടില്ല. എൻ്റെ ആടിൻ്റെ പുല്ല് അത് കട്ട് തിന്നും. പാത്തുമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ? പാത്തുമ്മ പറഞ്ഞു, മതി നിൻ്റെ ആടിൻ്റെ ഒരു പുല്ല്. ബഷീർ പറഞ്ഞു, സാരമില്ല, നീ കുട്ടികൾക്കെല്ലാവർക്കും ആട്ടുംപാല് കൊടുക്കണം. എങ്ങനെ കാക്ക കൊടുക്കണത്? എന്തെല്ലാം ആവശ്യമുണ്ട്. പാല് വിറ്റിട്ട് വേണം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാതിൽ നന്നാക്കാൻ. വല്യക്കാക്ക, ഒരു സംഗതി അറിഞ്ഞോ? അർക്കീസായ വല്യ ഇത്താത്ത കൊച്ചിക്കായ്ക്കും ഹനീഫായ്ക്കും ഇന്നലെ പാലൊഴിച്ച ചായ കൊടുത്തയച്ചു. പാലൊഴിച്ച ചായയോ? അതെ. നിനക്ക് തന്നില്ലേ? ഞാൻ അവരുടെ കിറിയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു സിംഗിൾ എനിക്കും കിട്ടി. അത്ഭുതം തന്നെ. പാത്തുമ്മ അബ്ദുൽ ഖാദറിനും ഹനീഫായ്ക്കും കൂട്ടത്തിൽ അബുവിനും പാൽ ചായ കൊടുത്തയച്ചിരിക്കുന്നു. ഇതിലെന്തെങ്കിലും രഹസ്യം കാണും. ഉമ്മയല്ലേ പെറ്റുമുല തന്നു വളർത്തി എന്ന് പറയുന്ന തള്ളയല്ലേ? ഉമ്മ ചോദിച്ച 25 രൂപ അപ്പോൾ തന്നെ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ സമാധാന ചിത്തനായി ഉറങ്ങി. പിറ്റേ ദിവസം മുതൽ കടം വാങ്ങലുകാരുടെ ഒരു വരവായി. അധികവും സ്ത്രീകളാണ്. എല്ലാവരും മുസ്ലിം സമുദായക്കാരല്ല. എന്നാൽ എല്ലാവരുടെയും മുല ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് പുള്ള മറന്നുപോയോ? ഒരു 2 രൂപ എനിക്കിതാ. ഞാനിങ്ങനെ 2ഉം 4ഉം 5ഉം കൊടുത്തു തുടങ്ങി. 100 രൂപയോടടുത്തപ്പോൾ ഇല്ല, ഞാൻ ആരുടെയും മുല കുടിച്ചിട്ടില്ല എന്ന ഉശിരൻ പ്രസ്താവനയുമായി ഇരിപ്പായി. അപ്പോൾ ഒരത്ഭുത സംഭവമുണ്ടായി. മഹിളാരത്നങ്ങളുടെ സുന്ദര വിക്രിയകൾ. പാത്തുമ്മയുടെ ആടിനെ 2 ആലുമ്മമാരും ഐഷോമ്മായും ഉമ്മായും കൂടി വീണ്ടും കറന്ന് പാലെടുത്ത് ചായ കുടിച്ചു. കുട്ടിയില്ലാതെയാണ്. നിങ്ങൾ മനുഷ്യരാണോ? നിങ്ങളിങ്ങനെ ചെയ്തല്ലോ. വേണ്ട, ഞാൻ നിങ്ങൾക്ക് പാല് തരാം. പിറ്റേ ദിവസം മുതൽ പാത്തുമ്മായുടെ വക അരക്കുപ്പി പാൽ വീട്ടിൽ റെഡിയായി വന്നു തുടങ്ങി. സുബൈദ, റഷീദ്, അബി, ആരിഫ, ലൈല, പാത്തുക്കുട്ടി എല്ലാവർക്കും കുശാൽ. ഇപ്പോൾ ആടിൻ്റെ കൂടെ കുട്ടിയും വരുന്നുണ്ട്. കൂട്ടത്തിൽ അരക്കുപ്പി വെള്ളം ചേർക്കാത്ത ശുദ്ധപാലുമായി ഖദീജയും. ഇങ്ങനെ 2 ജാതി പാൽ വീട്ടിൽ കിട്ടുന്നു. ഒന്ന് സുന്ദരമായി കക്കുന്നത്, ഒന്ന് സത്യസന്ധതയോടെ പരോപകാരാർത്ഥം പാത്തുമ്മ കൊടുക്കുന്നത്. പാവം പാത്തുമ്മ എന്തു ചെയ്യും? ശുഭം.